നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻകം ടാക്സിൽ ഇൻകത്തിനെ 5 ഹെഡായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹെഡ് ഇൻകം ഫ്രം സാലറി, സെക്കൻഡ് വൺ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, തേർഡ് വൺ ബിസിനസ് ഓർ പ്രൊഫഷൻ, ഫോർത്ത് ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ് ആണ് ഫിഫ്ത്ത് വൺ. ഇതിൽ നമ്മൾ സാലറിയും ഹൗസ് പ്രോപ്പർട്ടിയും ഡിസ്കസ് ചെയ്തു. ഇനി തേർഡ് വൺ ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Section 28 to 44D of Income Tax Act 1961 deal with the provisions regarding income chargeable under the head Profit and Gains of Business or Profession. Income Tax Act 28 മുതൽ 44D വരെയുള്ള സെക്ഷനാണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഡീൽ ചെയ്യുന്നത്. ഇനി ബിസിനസ് സെക്ഷൻ 2 സബ്സെക്ഷൻ 13 സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ഓഫ് ഇൻകം ടാക്സ് ആക്ട് ബിസിനസ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. ബിസിനസ് മീൻസ് പ്രൊഡക്ഷൻ or purchase and sale of goods and services with a view to make profit. It includes any trade, commerce or manufacture or any adventure or concern in the nature of trade, commerce or manufacture. It is not necessary that there should be continuous activity in the nature of business. If not be carried on, it may not be carried on permanently. Profit of an isolated or occasional transaction is treated as profit from business if it is carried with a profit motive. അതായത് ബിസിനസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷനോ അല്ലെങ്കിൽ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആവാം. എങ്ങനെയാണ് ഇത് ക്യാരി ചെയ്യുന്നത്? വിത്ത് വ്യൂ ടു മേക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഡക്ഷൻ നടത്തോ അല്ലെങ്കിൽ പർച്ചേസും സെയിലും നടത്തോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ആവുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിൽ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദർ ഷുഡ് ബി എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി ഇൻ ദി നാച്ചർ ഓഫ് ബിസിനസ്. കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് ചെയ്യണം എന്നുള്ളത് നെസസറി അല്ല. അതായത് പെർമനൻ്റ് ആയിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യണമെന്നില്ല. പ്രോഫിറ്റ് ഓഫ് എൻ ഐസൊലേറ്റഡ് ഓർ ഒക്കേഷണൽ ട്രാൻസാക്ഷൻ, ഒരു ഐസൊലേറ്റഡ് അല്ലെങ്കിൽ ഒക്കേഷണൽ ട്രാൻസാക്ഷൻ പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതൊരു പ്രോഫിറ്റ് മോട്ടീവോട് കൂടിയിട്ടാണ് നടത്തുന്നത് എങ്കിൽ നമ്മൾ പ്രോഫിറ്റ് മോട്ടീവോട് കൂടിയിട്ട് ഒരു ഐസൊലേറ്റഡ് അല്ലെങ്കിൽ ഒക്കേഷണൽ ട്രാൻസാക്ഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ബിസിനസ് കണ്ടിന്യൂസ് ആയിട്ട് ക്യാരി ചെയ്യണം എന്നുള്ളത് ഇവിടെ കമ്പൽസറി അല്ല. നെക്സ്റ്റ് വരുന്നത് പ്രൊഫഷൻ. സെക്ഷൻ 2 സബ്സെക്ഷൻ 36 ആണ് പ്രൊഫഷൻ ഡീൽ ചെയ്യുന്നത്. പ്രൊഫഷൻ മീൻസ് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് റിക്വയർ സ്പെഷ്യലൈസ്ഡ് നോളജ്, ഇൻ്റലക്ച്വൽ ഓർ മാനുവൽ സ്കിൽ. എക്സാമ്പിൾസ് ആർ വർക്ക്സ് ഓഫ് ഡോക്ടർ, ലോയർ, അഡ്വക്കേറ്റ്, എഞ്ചിനീയർ, ആർക്കിടെക്ടർ, എക്സെട്ര. It includes vocations. Vocation means all activities which are performed in order to earn a livelihood. Examples are brokers, insurance agents, self-employed people, dancers, musicians, painters, etc. All income from profession and vocations are under this head. അതായത് പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സ്പെഷ്യലൈസ്ഡ് നോളജും ഇൻ്റലക്ച്വൽ സ്കില്ലും അല്ലെ മാനുവൽ സ്കില്ല് വേണ്ടി വരുന്ന ഒരു ആക്ടിവിറ്റീനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസാണ് ഡോക്ടർ, ലോയർ, ഓഡിറ്റർ എന്നൊക്കെ നമുക്കറിയാം. അതിൽ വൊക്കേഷൻസും വരുന്നുണ്ട്. വൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി ഏൺ ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ്, അതിനെയാണ് നമ്മൾ വൊക്കേഷൻസ് എന്ന് പറയുന്നത്. അതിലാണ് ബ്രോക്കേഴ്സ്, ഇൻഷുറൻസ് ഏജൻറ്റ്സ്, ഡാൻസേഴ്സ്, മ്യൂസിഷ്യൻസ്, പെയിൻറ്റേഴ്സ് ഇതൊക്കെ വരുന്നത് വൊക്കേഷൻസിലാണ്. ഈ വൊക്കേഷൻസും പ്രൊഫഷൻസും ഇൻകം ഫ്രം പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിലാണ് അസസ് ചെയ്യുന്നത്. Profit and gains of business or profession. According to section 28, the following incomes are assessed under the head profit and gains of business or profession. സെക്ഷൻ 28 അനുസരിച്ചിട്ട് ഏതൊക്കെ ഇൻകംസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദി പ്രോഫിറ്റ് ആൻഡ് അതിൻ്റെ റൂൾസ് എങ്ങനെയൊക്കെയുള്ള ഇൻകംസിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളത്. ദി പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ദി ബൈ അസസി ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. അസസി ആ പ്രീവിയസ് ഇയറിൽ ബിസിനസ്സോ അല്ലെങ്കിൽ ആ പ്രൊഫഷനോ ക്യാരി ചെയ്തിട്ടുണ്ടാവണം.
ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് എനി കോമ്പൻസേഷൻ ഡ്യൂ ഓർ റിസീവ്ഡ് എനി പേഴ്സൺ മാനേജിങ് ദി ഹോൾ ഓർ സബ്സ്റ്റാൻഷ്യലി the whole of the affairs of an Indian company in connection with the termination of its management or the modification of the terms and conditions relating to thereto. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി നമ്മൾ ഒരു ഇന്ത്യൻ കമ്പനി ഹോളോ മാനേജ് ചെയ്യുന്നത് എനി പേഴ്സൺ മാനേജിങ് ഹോളോ സബ്സ്റ്റാൻഷ്യലി ദി ഹോൾ അഫയേഴ്സ് ഓഫ് എൻ ഇന്ത്യൻ കമ്പനി ഒരു ഇന്ത്യൻ കമ്പനീൻ്റെ മുഴുവൻ അഫയേഴ്സ് ഏതെങ്കിലും ഒരു പേഴ്സൺ മാനേജ് ചെയ്യുകയും വിത്ത് അയാൾ ആ മാനേജ്മെൻറ്റിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് അയാൾ അതിൽ നിന്ന് ഒഴിവായി പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പൻസേഷൻ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിസീവ് ചെയ്യുന്ന കോമ്പൻസേഷൻ ആ ബിസിനസ് ഹെഡിൽ നിന്ന് കിട്ടിയ ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. നേരത്തേതിൽ നമ്മൾ ഇനി രണ്ടാമത്തെ പറയുമ്പം നേരത്തേതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇന്ത്യൻ കമ്പനി ആയിരുന്നു. ഇത് ഇനി അതർ കമ്പനി ആവുന്ന സമയത്തും അവിടെ നിന്നും കിട്ടുന്ന കണ്ടീഷൻ അതായത് ഈ പേഴ്സൺ മാനേജിങ് ഹോൾ സബ്സ്റ്റാൻഷ്യലി ഹോൾ അഫയേഴ്സ് ഇൻ ഇന്ത്യ ഓഫ് അതർ കമ്പനി ഇൻ കണക്ഷൻ വിത്ത് ടെർമിനേഷൻ ഓഫ് ഹിസ് ഓഫീസ് ഓഫ് ദി മോഡിഫിക്കേഷൻ ഇൻ ടേംസ് ഓഫ് കമ്പറ്റീഷൻ thereto അങ്ങനെ ആവുമ്പോഴും അയാൾക്ക് കിട്ടുന്ന ഇൻകത്തിന്. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് എനി പേഴ്സൺ ഹോൾഡിംഗ് ആൻ ഏജൻസി ഇൻ ഇന്ത്യ ഫോർ എനി പാർട്ട് ഓഫ് ദി ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ദി ബിസിനസ് ഓർ എനി പേഴ്സൺ ഇൻ കണക്ഷൻ വിത്ത് ടെർമിനേഷൻ ഓഫ് ഏജൻസി ഓർ മോഡിഫിക്കേഷൻ ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് റിലേറ്റിംഗ് thereto. ഇനി ഏതെങ്കിലും ഒരു പേഴ്സൺ ഇന്ത്യയിൽ ഒരു ഏജൻസി അണ്ടർടേക്ക് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ ഒരു ഏജൻസി കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടിയിട്ടുള്ള കോമ്പൻസേഷൻ അല്ലെങ്കിൽ ആ ഏജൻസി ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാകാം ഓർ മോഡിഫിക്കേഷൻ ഓഫ് ദി ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻകവും ബിസിനസ്സോ പ്രൊഫഷനുള്ളതായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് എനി പേഴ്സൺ ഫോർ ഇൻ കണക്ഷൻ വിത്ത് വെസ്റ്റിംഗ് ഇൻ ദി ഗവൺമെൻറ് ഓർ ഇൻ എനി കോർപ്പറേഷൻ ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ ഗവൺമെൻറ് അണ്ടർ എനി ലോ ഫോർ ടൈം ബി ഇൻ ഫോഴ്സ് ഓഫ് ദി മാനേജ്മെൻറ്റ് ഓഫ് എനി പ്രോപ്പർട്ടി ഓഫ് ബിസിനസ്സും അതായത് ഗവൺമെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഗവൺമെൻറ് ഓർ എനി കോർപ്പറേഷൻ ഓൺ ആൻഡ് കൺട്രോൾഡ് ബൈ ഗവൺമെൻറ് ഓൺ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കോർപ്പറേഷൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പേഴ്സൺ മാനേജ്മെൻറ്റ് അപ്പോയിൻറ്റ് ചെയ്തിട്ട് അയാൾക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോമ്പൻസേഷനും നമ്മൾ ഈ ഹെഡിൽ വരും. ഇതിൽ പറയുന്നുണ്ട് എനി കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഓൺ ക്യാൻസലേഷൻ ഓഫ് കൺസൾട്ടൻസി എഗ്രിമെൻറ്റ് ഈസ് എ ക്യാപിറ്റൽ റിസീപ്റ്റ് ഇറ്റ് ഈസ് നോട്ട് അസസ്ഡ് അണ്ടർ ദിസ് ഹെഡ്. അതായത് കൺസൾട്ടൻസി എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഒരു കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് ക്യാപിറ്റൽ റിസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ആ ഇൻകം ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഇനി മൂന്നാമത് വരുന്നത് ഇൻകം ഓഫ് ട്രേഡ് പ്രൊഫഷണൽ ഓർ സിമിലർ അസോസിയേഷൻ ഫ്രം സ്പെസിഫിക് സർവീസസ് പെർഫോംഡ് ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്. ഒരു ട്രേഡെന്നോ അല്ലെങ്കിൽ പ്രൊഫഷനെന്നോ അല്ലെങ്കിൽ സിമിലർ അസോസിയേഷനിൽ നമ്മൾ ഫ്രം എന്തെങ്കിലും സർവീസ് ഇൻകം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ. നെക്സ്റ്റ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് എ ലൈസൻസ് ഗ്രാൻറ്റഡ് അണ്ടർ ദി ഇമ്പോർട്ട്സ് കൺട്രോൾ ആക്ട് കൺട്രോൾ ഓർഡർ 1955. നമ്മൾ ലൈസൻസ് സെയിൽ ചെയ്യുന്നത് ഇമ്പോർട്ട് കൺട്രോൾ ഓർഡർ അനുസരിച്ചുള്ള ഒരു ലൈസൻസ് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഇൻകം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്യാഷ് അസിസ്റ്റൻസ് റിസീവ്ഡ് ഓർ റിസീവബിൾ ബൈ എനി പേഴ്സൺ എഗെയിൻസ്റ്റ് എക്സ്പോർട്സ് അണ്ടർ എനി സ്കീം ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അത് ശ്രദ്ധിക്കണേ. ഏതെങ്കിലും ഒരു പേഴ്സണ് ക്യാഷ് അസിസ്റ്റൻസ് കിട്ടുക ചെയ്യുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് എന്തായിട്ട് എഗെയിൻസ്റ്റ് എക്സ്പോർട്സ് അണ്ടർ ഏതെങ്കിലും സ്കീമിൽ എക്സ്പോർട്സ് നടത്തുന്ന സമയത്ത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു ക്യാഷ് അസിസ്റ്റൻസ് ഒരു പേഴ്സണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ക്യാഷ് അസിസ്റ്റൻസ് ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് റീപേയ്മെൻറ്റ് ഓഫ് എനി കസ്റ്റംസ് ഓർ എക്സൈസ് ഡ്യൂട്ടി ടു എനി പേഴ്സൺസ് എഗെയിൻസ്റ്റ് എക്സ്പോർട്സ് അതായത് കസ്റ്റം അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി റീപേ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻകം ഫ്രം ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. നെക്സ്റ്റ് എനി പ്രോഫിറ്റ് ഓൺ ദി ട്രാൻസ്ഫർ ഓഫ് ഡ്യൂട്ടി എൻടൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക് സ്കീം ബീയിങ് ഡ്യൂട്ടി റിമിഷൻ സ്കീം അണ്ടർ ദി എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പോളിസി. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പോളിസി അനുസരിച്ചിട്ട് എന്തെങ്കിലും പ്രോഫിറ്റ്
ഓൺ ട്രാൻസ്ഫർ ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക് സ്കീമോ അല്ലെങ്കിൽ ഡ്യൂട്ടി റെമിഷൻ സ്കീമോ അനുസരിച്ചിട്ട് എന്തെങ്കിലും ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി അനുസരിച്ചിട്ട് അങ്ങനെ കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ പ്രൊവിഷൻ ബിസിനസ് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി എനി പ്രോഫിറ്റ് ഓൺ ട്രാൻസ്ഫർ ഓർ ഡ്യൂട്ടി ഫ്രീ റീപ്ലെനിഷ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ബീയിങ് ദി ഡ്യൂട്ടി റെമിഷൻ സ്കീം അണ്ടർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് സ്കീം അതും ബിസിനസ് ഇൻകത്തിൽ വരും. നെക്സ്റ്റ് വരുന്നത് ദി വാല്യൂ ഓഫ് എനി ബെനിഫിറ്റ് ഓർ പെർക്വസിറ്റ് വെദർ കൺവേർട്ടബിൾ ഇൻ ടു മണി ഓർ നോട്ട് അറൈസിങ് ഫ്രം ബിസിനസ് ഓർ ദി എക്സൈസ് ഓഫ് എ പ്രൊവിഷൻ. നമുക്ക് എന്തെങ്കിലും ഒരു പെർക്വസിറ്റ് കിട്ടുക. ഇവിടെ പെർക്വസിറ്റ് കിട്ടുന്നത് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പെർക്വസിറ്റ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ബെനിഫിറ്റിന് നമ്മൾ ബിസിനസ് ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സപ്പോസ് ഒരു ലോയർക്ക് അയാൾ ചെയ്ത സർവീസിന് ഇൻ റിട്ടേൺ ആയിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് അയാളുടെ പ്രൊഫഷണൽ ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് എനി ഇൻട്രസ്റ്റ് സാലറി ബോണസ് കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ എ പാർട്ട്ണർ ഓഫ് എ ഫേം ഫ്രം ദി ഫേം provided that it has been allowed as a deduction in completing taxable profit of such firm. Any interest, salary, bonus, commission or remuneration due to or received by a partner of a firm. അതായത് സാലറി കമ്മീഷൻ ബോണസ് ഒക്കെ പാർട്ട്ണർക്ക് അയാളുടെ ഫേമിൽ നിന്ന് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്. നെക്സ്റ്റ് ഇൻകം ഫ്രം സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകംസ്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഇഫ് ദി ബിസിനസ് ഓഫ് ദി അസസി ഈസ് ടു ഇൻവെസ്റ്റ് ഇൻ സെക്യൂരിറ്റീസ്. അതായത് അതിൽ ശ്രദ്ധിക്കണം, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് വരിക ബിസിനസ് ഇൻകം ആയിട്ട് ആ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് അസസിൻ്റെ ബിസിനസ് എങ്കിൽ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. നെക്സ്റ്റ് എനി സം റിസീവൺ അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി ഇൻക്ലൂഡിംഗ് ബോണസ്. നെക്സ്റ്റ് എനി സം വെദർ റിസീവ്ഡ് ഓർ റിസീവബിൾ ഇൻ ക്യാഷ് ഓർ kind under an agreement not carrying out an activity in relation to any business. നമുക്ക് എന്തെങ്കിലും സമ്മ് കിട്ടുകയാണ് ക്യാഷ് ആയിട്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോമിലോ എന്തിനു വേണ്ടിയിട്ട് നോട്ട് ക്യാരിങ് ഔട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാതിരുന്നാൽ നമുക്ക് എന്തെങ്കിലും ക്യാഷ് കിട്ടിയാൽ, അതല്ലെങ്കിൽ നോട്ട് ഷെയറിങ് എനി നമ്മുടെ നോളജ് പേറ്റൻറ്റ് കോപ്പിറൈറ്റ് ട്രേഡ് മാർക്ക് ലൈസൻസ് ഇതൊന്നും ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ സമ്മായിട്ടോ അണ്ടർ എഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടും ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിലാണ് വരിക. നെക്സ്റ്റ് വരുന്നത് എനി സം വെദർ റിസീവ്ഡ് ഓർ റിസീവബിൾ ഇൻ ക്യാഷ് ഓർ കൈൻഡ് ഓൺ അക്കൗണ്ട് ഓഫ് എനി ക്യാപിറ്റൽ അസറ്റ് അതർ ദാൻ ലാൻഡ് ഓർ ഗുഡ് വിൽ ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ബീങ് ഡിമോളിഷ്ഡ് ഡിസ്ട്രോയിഡ് ഡിസ്കാർഡഡ് ഓർ ട്രാൻസ്ഫേർഡ് ഇഫ് ദി ഹോൾ ഓഫ് ദി എക്സ്പെൻഡിച്ചർ ഓൺ സച്ച് ക്യാപിറ്റൽ അസറ്റ് ഹാസ് ബീൻ അലൗഡ് ആസ് എ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 35AD. സെക്ഷൻ 35AD എന്ന് പറയുന്നത് ബിസിനസ് ഓർ പ്രൊഫഷൻ ഡീൽ ചെയ്യുന്നതാണ്. എനി സം വെദർ റിസീവ്ഡ് ഓർ റിസീവബിൾ ഇൻ ക്യാഷോ അല്ലെങ്കിൽ സമ്മായിട്ട് കിട്ടണോ ഓൺ എനി ക്യാപിറ്റൽ അസറ്റ്. എന്താണ് ക്യാപിറ്റൽ അസറ്റ് ഡിമോളിഷ് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക. അതായത് ബിസിനസ്സിന് യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ക്യാപിറ്റൽ അസറ്റുകളൊക്കെ ഡിമോളിഷ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ക്യാപിറ്റൽ അസറ്റിനുള്ള എല്ലാ ഇതിനും നമുക്കൊരു സെക്ഷൻ 35D അനുസരിച്ച് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ മീൻസ് transaction in which a contract for the purchase and sale of any commodity including stock and shares settled other than by actual delivery or transfer of the commodities or scripts. അതായത് സ്പെക്കുലേഷനിലൂടെ നടത്തുന്ന ട്രാൻസാക്ഷൻസ് ആണ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ. നമ്മൾ ഒരു സെക്യൂരിറ്റിയിലാണ് അധികം എന്തുണ്ടാകുക സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ വരുന്നത്. അത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുക. ആക്ച്വൽ ഡെലിവറി നടത്താതെ തന്നെ നമ്മൾ എമൗണ്ട് എന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽ ചെയ്ത് നടത്തിയിട്ട് അതെല്ലാം ബെനിഫിറ്റ് എടുക്കുന്നതിനാണ് നമ്മൾ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. Importance rules regarding assessment of profit and gains of business or profession. While computing profit and gains of business or profession, the following rules may be followed. എന്തൊക്കെ റൂളുകളാണ് ബിസിനസ് ഓർ പ്രൊഫഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ദി ബിസിനസ് ഓർ പ്രൊഫഷൻ ഷുഡ് ബി ക്യാരിഡ് ബൈ ദി അസസി. ദി ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ബൈ ദി അസസി വിത്ത് ദി ഹെൽപ്പ് ഓഫ് അതേഴ്സ് ഇറ്റ് ഈസ് നോട്ട് ടു ബി കൺസിഡേർഡ്. അസസി ആയിരിക്കണം ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരി ചെയ്യുന്നുണ്ടാവേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. സെക്കൻഡ് വൺ, ദി ബിസിനസ് ഓർ പ്രൊഫഷൻ ഈസ് ക്യാരിഡ് ഓൺ ബൈ അസസി ഫോർ എനി ടൈം ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ അസസി ക്യാരി ചെയ്താൽ മതി. It is not compulsory that it should be carried on throughout the year.
അത് ഒരു വർഷം മുഴുവനായിട്ട് ആ ബിസിനസ് അല്ലെ പ്രൊഫഷൻ അസസി ക്യാരി ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും ഒരു സമയത്ത് അയാൾ ക്യാരി ചെയ്താലും മതി. The profit and gains of different business or profession carried on by an assessee are not taxed separately. It is charged under the head on the aggregate income from all business and profession carried on by the assessee. ഒരു അസസിക്ക് 3-4 ബിസിനസ് ഉണ്ടെങ്കിൽ ഓരോ ബിസിനസ്സിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ടാക്സ് ചെയ്യില്ല. ഈ ഹെഡിൽ ഒറ്റ ഹെഡ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഹെഡായിട്ട് തന്നെയുള്ളൂ. അഗ്രിഗേറ്റ് ഇൻകം എടുത്തിട്ട് എല്ലാ ബിസിനസ്സിൽ നിന്നും കൂടിയുള്ള അഗ്രിഗേറ്റ് ഇൻകവും പ്രൊഫഷനിൽ നിന്നുള്ള അഗ്രിഗേറ്റ് ഇൻകവും കൂടി എടുത്തതിന് ശേഷം ആണ് അതിന് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഓൾ അസറ്റ്സ് ഓഫ് ദി ബിസിനസ് ഓൺ ഇറ്റ്സ് വൈൻഡിങ് അപ്പ് ആർ ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ദിസ് ഹെഡ്. അതായത് ഒരു ബിസിനസ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അസറ്റുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കിട്ടുന്ന ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിൽ വരില്ല, അത് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനിലാണ് വരിക. നെക്സ്റ്റ്, ഓൺലി ദി പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി കമ്പനി ആഫ്റ്റർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ഈസ് അസസ്ഡ് അണ്ടർ ദിസ് ഹെഡ്. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഇൻകം മാത്രമേ ഉള്ളൂ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിൽ അസസ് ചെയ്യുള്ളൂ. അല്ലാത്ത ഇൻകംസ് ഒന്നും അസസ് ചെയ്യില്ല. ഇൻകോർപ്പറേഷന് മുൻപുള്ള ഇൻകംസ് ഈ ഹെഡിൽ അസസ് ചെയ്യില്ല. ടാക്സ് ലിവിൽ ഓൺ ആക്ച്വൽ പ്രോഫിറ്റ് ഓഫ് ദി പ്രീവിയസ് ഇയർ ആൻഡ് നോട്ട് ആൻ ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ഓർ നോഷണൽ പ്രോഫിറ്റ്. ടാക്സ് ചാർജ് ചെയ്യുന്നത് ആക്ച്വൽ പ്രോഫിറ്റിൻ്റെ മുകളിലാണ്, അല്ലാതെ ആൻറ്റിസിപ്പേറ്റഡ് അല്ലെങ്കിൽ നോഷണൽ പ്രോഫിറ്റിൻ്റെ മുകളിലല്ല ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടാക്സ് ഈസ് പേബിൾ അണ്ടർ ദിസ് ഹെഡ് ഓൺ ഓൾ ഇൻകംസ് ഓഫ് എവരി ബിസിനസ് ഓർ പ്രൊഫഷൻ വെദർ ലീഗൽ ഓർ ഇല്ലീഗൽ. ബിസിനസ് ലീഗൽ ആണെങ്കിലും ഇല്ലീഗൽ ആണെങ്കിലും ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് ഈ ഹെഡ് അനുസരിച്ചിട്ട് ബിസിനസ്സോ പ്രൊഫഷനോ വെദർ ലീഗൽ ഓർ ഇല്ലീഗൽ, ലീഗൽ ആയാലും ശരി ഇല്ലീഗൽ ആയാലും ശരി ആ ബിസിനസ്സോ പ്രൊഫഷനോ ടാക്സ് കൊടുക്കേണ്ടത് ഈ ഹെഡിലാണ്. Profit and losses on speculation business carried on buses are shown separately and cannot be clubbed with profit from other business. സ്പെക്കുലേഷൻ ബിസിനസ് അസസി കണ്ടക്ട് ചെയ്യുന്ന സ്പെക്കുലേഷൻ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കമ്പ്യൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ആ പ്രോഫിറ്റ് ബാക്കിയുള്ള ബിസിനസ് പ്രോഫിറ്റുമായിട്ട് ക്ലബ് ചെയ്യരുത്, അല്ലെങ്കിൽ അത് ഇതിൻ്റെ കൂടെ കൺസോൾട്ടേറ്റ് ചെയ്യരുത്. നെക്സ്റ്റ്, ജനറൽ കൊമേഴ്ഷ്യൽ പ്രിൻസിപ്പിൾസ് ആർ ഫോളോഡ് വാൾ ഡിറ്റർമിനിങ് പ്രോഫിറ്റ്സ് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കാണുമ്പോൾ ജനറൽ കൊമേഴ്ഷ്യൽ പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ്. എങ്ങനെയാണ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. The profit from taxation, profit for taxation purpose is different from net profit disclosed by profit and loss account. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിസ്ക്ലോസ് ചെയ്യുന്ന പ്രോഫിറ്റും ടാക്സേഷൻ പേർപ്പസിനും യൂസ് ചെയ്യുന്ന പ്രോഫിറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതിനുള്ള കാരണം സം എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട് ആർ നോട്ട് അഡ്മിസിബിൾ ഫോർ ഇൻകം ടാക്സ് പേർപ്പസസ്. P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ചില എക്സ്പെൻസുകളൊന്നും ഇൻകം ടാക്സ് നമുക്ക് അഡ്മിസിബിൾ അല്ല, ഇൻകം ടാക്സ് അഡ്മിസ് ചെയ്യാത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ എക്സ്പെൻസുകളൊക്കെ ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. സം ഇൻകംസ് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട് ആർ നോട്ട് അഡ്മിസിബിൾ ഫോർ ഇൻകം ടാക്സ്. അതുപോലെ തന്നെ P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ചില ഇൻകംസ് ഒന്നും ബിസിനസ് ഇൻകം ആയിട്ട് ഇൻകം ടാക്സ് ട്രീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഇൻകത്തിനൊക്കെ നമ്മൾ എന്തും ചെയ്യേണ്ടി വരും, ഒഴിവാക്കേണ്ടിയും വരും, ഡിഡക്റ്റ് ചെയ്യേണ്ടിയും വരും. അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ്സ് ഒന്ന് ആലോചിക്കുക. P&L അക്കൗണ്ടിൽ ഇൻകം ടാക്സ് അലൗ ചെയ്യാത്ത ചില എക്സ്പെൻസുകളൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡെബിറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റിൻ്റെ അന്ന എക്സ്പെൻസൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കുറച്ചതൊക്കെ നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്തെടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇൻകംസ് ഒക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ചില ഇൻകംസ്, അത് പക്ഷേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അലൗ ചെയ്യാത്തതായിരിക്കും. അപ്പോൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് അലൗ ചെയ്യാത്തതിനെ കൊണ്ട് അതിനെന്താക്കേണ്ടി വരും, ഡിഡക്റ്റ് ചെയ്യേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം എത്ര പ്രോഫിറ്റ് ഉണ്ട് നോക്കുക. അതിൻ്റെ കൂടെ ആഡ് എക്സ്പെൻസസ് നോട്ട് അഡ്മിസിബിൾ, അഡ്മിസ് ചെയ്യാത്ത എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്. ഡെബിറ്റ് സൈഡിൽ ചില എക്സ്പെൻസുകൾ ഉണ്ടാകും, ഏതൊക്കെയാണ് അഡ്മിസിബിൾ അല്ലാത്തത്, അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുൻപ് സ്റ്റെപ്പ് ആലോചിക്കുക. ആഡ് എക്സ്പെൻസസ് നോട്ട് അഡ്മിസിബിൾ അല്ലെങ്കിൽ നോട്ട് അലൗഡ്, അലൗ ചെയ്യാത്ത എക്സ്പെൻസുകൾ അത് ആഡ് ബാക്ക് ചെയ്തെടുക്കാം. എക്സ്പെൻസ് ആഡ് ചെയ്യുക, ഇൻകംസ് എന്ത് ചെയ്യണം, ലെസ് ഇൻകംസ് നോട്ട് അഡ്മിസിബിൾ, ഇൻകംസ് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക.
അപ്പോൾ നമുക്ക് കിട്ടും. ഇനി അതിനകത്തുനിന്ന് ലെക്സ് എക്സ്പെൻസ് നോട്ട് ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. ചില എക്സ്പെൻസുകളൊന്നും നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ അത് അഡ്മിസിബിൾ ആയിരുന്നിരിക്കാം. അഡ്മിസിബിൾ ആവുന്ന എക്സ്പെൻസ് ചിലതൊന്നും നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഏതെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. അതുപോലെ തന്നെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണിക്കേണ്ട ഏതെങ്കിലും ഇൻകംസ് കാണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ബാക്ക് ചെയ്തെടുക്കാം. അത് കൂടി ചെയ്യുന്ന സമയത്താണ് ടാക്സബിൾ ഇൻകം ഫ്രം പ്രോഫിറ്റ് കിട്ടുന്നത്. അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നോട്ട് അഡ്മിസിബിൾ എക്സ്പെൻസ്, പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ളതും പക്ഷേ ഇൻകം ടാക്സ് അലൗ ചെയ്യാത്തതുമായിട്ടുള്ള എക്സ്പെൻസുകൾ ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം, അതിനകത്തുനിന്ന് ലെസ് ചെയ്യണം എന്ത് ഇൻകം. പി ആൻഡ് എൽ അക്കൗണ്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻകംസ് ഉണ്ടാവും. ആഡ് ചെയ്യാന്ന് വെച്ചാൽ കാണിക്കുന്ന ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്ന ഇൻകംസ് നമ്മൾ ആഡ് ചെയ്ത ഇൻകംസാണ്. ആ ഇൻകം പക്ഷേ ഇൻകം ടാക്സ് അലൗ ചെയ്യുന്നുണ്ടാവില്ല. ആ ഇൻകംസ് നമ്മൾ ലെസ് ചെയ്യാം. ഇനി അത് രണ്ടും ചെയ്തതിന് ശേഷം പി ആൻഡ് എൽ അക്കൗണ്ടിൽ അഡ്മിറ്റ് ചെയ്യിക്കേണ്ട ഏതെങ്കിലും എക്സ്പെൻസ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ഡിറക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഇൻകംസ് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആഡും ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ് കിട്ടുന്നത്. പിന്നെ ഏതൊക്കെയാണ് ഡിസലൗഡ് എക്സ്പെൻസ് എന്നുള്ളത് നോക്കാം. ഡിസലൗഡ് എക്സ്പെൻസ്, ഈ യൂഷ്വൽ ഡിസലൗഡ് എക്സ്പെൻസസ്. ഈ ഡിസലൗഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ അത് കുറച്ചിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാകുക. പക്ഷേ അതിനൊക്കെ നമ്മളപ്പോൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. ഇൻകം ടാക്സ് സാധാരണ നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മളിപ്പോൾ ഇൻകം ടാക്സിന് ഒരു മൈനസ് ഒക്കെ കൊടുക്കാറുണ്ട്. ലെസ് ചെയ്യൽഡ്, പ്രൊവിഷൻ ഓഫ് ഇൻകം ടാക്സ് നമ്മൾ ലെസ് ചെയ്യൽഡ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, ഡിസലൗഡ് എക്സ്പെൻസ് ആണ് ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഓരോ ഐറ്റംസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് വരുന്നത് വെൽത്ത് ടാക്സ്. വെൽത്ത് ടാക്സും അതുപോലെ തന്നെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അതിനെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. GST ഇഫ് നോട്ട് പെയ്ഡ് ബിഫോർ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റിക്ക് എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടെങ്കിൽ, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഉണ്ടെങ്കിൽ, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ എക്സ്പെൻസായി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവയെല്ലാം എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്തെടുക്കണം. സാധാരണ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണാറുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻകം ടാക്സ് അലൗ ചെയ്യുന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യുക. LIC പ്രീമിയം ആഡ് ബാക്ക് ചെയ്യുക. പേഴ്സണൽ എക്സ്പെൻസുകൾ, ഓണറിൻ്റെ പേഴ്സണൽ എക്സ്പെൻസുകൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ എക്സ്പെൻസായി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യണം. അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ബാക്ക് ചെയ്യണം. പേയ്മെൻറ്റ്സ് ഇൻ ക്യാഷ് എക്സീഡിങ് 10,000 പെർ ഡേ ഇൻ അഗ്രിഗേറ്റ് പെർ പേഴ്സൺ. ഒരു വ്യക്തിക്ക് 10,000-ൽ കൂടുതൽ ക്യാഷ് ഒരു ദിവസം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ട്രാൻസ്ഫർ ടു റിസർവ്, നമ്മൾ സാധാരണ പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണിക്കേണ്ട ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ടുകൾ, അങ്ങനെ ട്രാൻസ്ഫർ ഏതെങ്കിലും റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഈ ട്രാൻസ്ഫർ ടു റിസർവ് ഒക്കെ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കാറുള്ളത്. അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യുക. ഡൊണേഷൻ കൊടുത്തിട്ടില്ലേ പി ആൻഡ് എൽ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കാറുണ്ട് എക്സ്പെൻസ് ആയിട്ട്. ഡൊണേഷൻ, ചാരിറ്റി, പ്രസൻസ്, ഗിഫ്റ്റ്, ഇതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയി കാണിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ആഡ് ബാക്ക് ചെയ്യണം. പെനാലിറ്റി ഫോർ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ലോ. ഇൻട്രസ്റ്റ് ഫോർ ഡിലേ ഇൻ പേയ്മെൻറ്റ് ഓഫ് GST ഈസ് നോട്ട് എ പെനാലിറ്റി. ദെൻ അതായത് ഒരു ലോ ഇൻഫ്രിഞ്ച് ചെയ്യുന്നതിന് നമുക്ക് എന്തെങ്കിലും പെനാൽറ്റി വന്നിട്ടുണ്ടെങ്കിൽ ആ പെനാൽറ്റി നമ്മുടെ എക്സ്പെൻസായി കാണിക്കരുത്. അത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ അങ്ങനെ എക്സ്പെൻസായി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് പേ ചെയ്യാൻ വേണ്ടി നമ്മൾ ലോൺ എടുത്ത് ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ, എക്സ്പെൻസായി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യുക. കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുത്ത കോൺട്രിബ്യൂഷൻ പി ആൻഡ് എൽ അക്കൗണ്ടിൽ എക്സ്പെൻസായി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. ഓൺ എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഷെയർസ്, ഡിബഞ്ചേഴ്സ്ൻ്റെയൊക്കെ ഇഷ്യൂവിന് എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ട്, എക്സ്പെൻസ് പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യണം. പിന്നെ ലിറ്റിഗേഷൻ എക്സ്പെൻസസ് നോട്ട് റിലേറ്റഡ് ടു ബിസിനസ് റിലേറ്റഡ് അല്ലാത്ത ലിറ്റിഗേഷൻ എക്സ്പെൻസൊക്കെ നമ്മൾ അതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. എക്സസീവ് പേയ്മെൻറ്റ് ടു റിലേറ്റീവ്സ് ഓർ അസോസിയേഷൻസ്, റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ അസോസിയേഷൻസിനോ ഒക്കെ നമ്മൾ അധികം പേയ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യണം. അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദി സൊവേനിയൻ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി, ഒരു പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ സൊവേനിയറിന് വേണ്ടിയിട്ട് നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഇനി പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റോയൽറ്റി ഓഫ് ഫീസ് ഓഫ് ടെക്നിക്കൽ സർവീസ് പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ വിത്തൗട്ട് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. എന്തെങ്കിലും ഇൻട്രസ്റ്റ്, റോയൽറ്റി അല്ലെങ്കിൽ ഫീസ്, ടെക്നിക്കൽ സർവീസ് ഇന്ത്യക്ക് പുറത്ത് നടത്തുക TDS ഡിഡക്റ്റ് ചെയ്യാതെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ പേയ്മെൻറ്റിന് അത് തിരിച്ച് എക്സ്പെൻസ് നമ്മൾ ആഡ് ബാക്ക് ചെയ്തെടുക്കണം. ഡിവിഡൻഡ് പെയ്ഡോ പ്രപ്പോസ്ഡ് ഇൻക്ലൂഡിങ് ഇൻ്ററിൻ ഡിവിഡൻഡ് പെയ്ഡും ഇൻ്ററിൻ ഡിവിഡൻറ്റും ഒക്കെ സാധാരണ P&L അക്കൗണ്ടിൽ എക്സ്പെൻസായി കാണിക്കാറുണ്ട്. അതൊന്നും ഇൻകം ടാക്സ് പ്രകാരം അലൗബിൾ അല്ല. അതുകൊണ്ട് അതും ആഡ് ബാക്ക് ചെയ്യണം. എക്സസ് ഡിപ്രീസിയേഷൻ, അധികം ഡിപ്രീസിയേഷൻ എന്തെങ്കിലും ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്തെടുക്കണം. ഇനി ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുമ്പോഴും അല്ലെ ഫിക്സ്ഡ് അസറ്റ് ഫെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസൊക്കെ നമ്മൾ സാധാരണ P&L അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാറുണ്ട്. ആ എക്സ്പെൻസുകൾ ഇൻകം ടാക്സ് പ്രകാരം അലൗഡ് അല്ല. സോ അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. നെക്സ്റ്റ്, എനി റോയൽറ്റി, സർവീസ് ഫീ എക്സെട്ര പെയ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ടു എ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് റോയൽറ്റിയോ സർവീസ് ഫീയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കരുത്. ഇൻകം ടാക്സ് പ്രകാരം അതും തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഇനി ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഡിസ്അലൗ ചെയ്യുന്ന എക്സ്പെൻസ്, അതായത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ട എക്സ്പെൻസുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പറയുന്നത് അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഏതൊക്കെയുണ്ട് എന്നുള്ളതാണ്. ഇനി നോർമൽ എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ കണ്ടക്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസും ഇല്ലേ, സാലറി അങ്ങനെയുള്ള എക്സ്പെൻസുകളൊക്കെ ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസ് ആയിട്ട് തന്നെ കാണിക്കും. അതൊക്കെ ഇൻകം ടാക്സിൽ അലൗഡ് ആണ് എന്ന് പറയുന്നത്. ഇനി ഡിപ്രീസിയേഷൻ ആസ് പെർ ഇൻകം ടാക്സ് റൂൾ അനുസരിച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ, ലോസ് ഓൺ റോബറി, ഡെക്കോസിറ്റി, എംബസിൽമെൻറ്റ് ഓഫ് ക്യാഷ്, നെക്സ്റ്റ് ലോസ് ഡ്യൂ ടു നോൺ റിക്കവറി ഓഫ് അഡ്വാൻസ്, ഇതെല്ലാം എക്സ്പ്രസ്ലി അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. നെക്സ്റ്റ്, എക്സ്പെൻഡിച്ചർ ഓൺ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ് റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ, അത് അലൗഡബിൾ ആണ്. എക്സ്പെൻഡിച്ചർ ഇൻ കണക്ഷൻ വിത്ത് ഇൻകം ടാക്സ് പ്രൊസീഡിങ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ അലൗഡ് ആണ്. ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് അലൗഡ് ആണ്. പ്രൊവിഷൻ എഗെയിൻസ്റ്റ് റിസ്ക് ഓഫ് ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് സ്റ്റോക്ക് ഓർ അസറ്റ്സ് അലൗഡ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ അലൗഡ് ആണ്. കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർ എനി അതർ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് അലൗഡ് ആണ്. സ്റ്റാഫ് വെൽഫെയർ ഫണ്ട് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടിനെ. നെക്സ്റ്റ്, എമൗണ്ട് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ടാക്സബിൾ കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ, ഇതെല്ലാം അലൗഡ് ആണ്. ഇനി ഏതൊക്കെയാണ് ഡിസലൗഡ് ആയിട്ടുള്ള ഇൻകംസ്? അതായത് ഡിസലൗഡ് ഇൻകം എന്ന് പറയുമ്പോൾ എന്താ ആലോചിക്കണം, P&L അക്കൗണ്ടിൽ ആ ഇൻകം ഇപ്പോൾ ഡെബിറ്റ് ചെയ്തിട്ട് ഉണ്ട്, പക്ഷേ അത് ഇൻകം ടാക്സ് പ്രകാരം അലൗഡ് അല്ല. അങ്ങനെയുള്ള ഇൻകത്തിനാണ് നമ്മൾ എന്ത് ഇൻകം എന്ന് പറയുന്നത്, ഡിസലൗഡ് ഇൻകം. അപ്പം P&L അക്കൗണ്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ ഇൻകത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഇൻകംസ് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡിങ് ഡിബഞ്ചേഴ്സ്, ബാങ്ക്സ് എക്സെട്ര. സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ്, ഡിബഞ്ചർ, ബാങ്ക്സ്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഏത് ഹെഡിലാണ് വരിക? ഈ ഹെഡിൽ വരില്ല. അപ്പോൾ അത് സോഴ്സിലാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വരില്ല. നെക്സ്റ്റ്, ഡിവിഡൻറ്റ്. നെക്സ്റ്റ്, റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓർ റിവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഫിക്സഡ്. ഇനി ഡിസലൗഡ് ഇൻകംസ് ഏതൊക്കെ? അതിൽ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡിങ് ഡിബഞ്ചേഴ്സ്, ബാങ്ക്സ് എക്സെട്ര. സെക്കൻഡ് വൺ, ഡിവിഡൻറ്റ്. റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടീൻ്റെ റെൻറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലാണ് കാണിക്കേണ്ടത്. അത് ബിസിനസ് പ്രൊഫഷനിൽ കാണിക്കാൻ പറ്റില്ല. സോ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് റിവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് വിറ്റ സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, ആ പ്രോഫിറ്റ് നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ബിസിനസ് പ്രൊഫഷനിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഡക്റ്റ് ചെയ്യണം. അത് ആഡ് ബാക്ക് ചെയ്ത എക്സ്പെൻസ് ആണ്. അത് അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത എക്സ്പെൻസ് ആണ്, അതിനെ നമ്മൾ തിരിച്ച് ഡിഡക്റ്റ് ചെയ്യണം. ഇൻകം ടാക്സ് റീഫണ്ട് നമ്മൾ ഇൻകമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം, അത് ഡിഡക്റ്റ് ചെയ്യണം. ഗിഫ്റ്റ് ഫ്രം റിലേറ്റീവ്സിൽ നിന്ന് കിട്ടിയ ഇൻകം ബിസിനസ് ഇൻകമായി ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഇനി വേറെ എന്തെങ്കിലും ക്യാപിറ്റൽ റിസിപ്റ്റ് ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കുക. ക്യാപിറ്റൽ റിസിപ്റ്റൊക്കെ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസിലാണ് വരിക, അപ്പോൾ അത് ഒഴിവാക്കണം. അഗ്രികൾച്ചറൽ ഇൻകം നമ്മൾ ബിസിനസ് ഇൻകമായി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒഴിവാക്കണം. അതൊക്കെ ഡിസലൗഡ് ഇൻകം ആണ്.
അപ്പോൾ ആലോചിക്കാൻ ഡിസലൗഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി&എൽ അക്കൗണ്ടിൽ ഹോൾ ആഡ് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ആ ഇൻകം ടാക്സ് പ്രകാരം പി&എൽ അക്കൗണ്ടിൽ അലൗഡ് അല്ലാത്ത ഇൻകംസ് ആണ്. അങ്ങനെയുള്ള ഇൻകത്തിനാണ് ഡിസലൗഡ് ഇൻകംസ് എന്ന് പറയുന്നത്.